എല്ലാവർക്കും നമസ്കാരം. എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ നമുക്കിന്നൊരു സാധാരണ ചായക്കടയുടെ കഥയിലൂടെ സിമ്പിളായിട്ടൊന്ന് പഠിച്ചാലോ? അപ്പോ ഒരു സാധാരണ ചായക്കട വെച്ചിട്ട് ഒരു രാജ്യത്തിന്റെ മൊത്തം എക്കണോമി എങ്ങനെയാ വിശദീകരിക്കാൻ പറ്റുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ചെറിയ കട, അതുവെച്ച് മൈക്രോ മാക്രോ എക്കണോമിക്സ് എന്ന രണ്ട് വലിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാവല്ലേ? അപ്പോ നമ്മുടെ കഥയിലെ മെയിൻ ആള് അബു ആണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പോലത്തെ ഒരു സാധാരണ ചായക്കട നടത്താണ് പുള്ളി. ഈ ചായക്കടയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് റൂം. ശരി, ആദ്യം തന്നെ നമുക്ക് അബുവിന്റെ കടയുടെ ഉള്ളിലേക്കൊന്ന് സൂം ചെയ്യാം. പുറത്തെന്ത് നടക്കുന്നു എന്നൊന്നും നമ്മൾ നോക്കുന്നേയില്ല. കടയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് മാത്രം മതി. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അബുവിന്റെ ദിവസേനയുള്ള ടെൻഷനുകൾ എന്തൊക്കെയായിരിക്കും? ഒരു ചായയ്ക്ക് എന്ത് വിലയിടും? പാലിന്റെയും പഞ്ചസാരയുടെയും വില കൂടിക്കൊണ്ടേയിരിക്കുവാണല്ലോ. എന്ത് ചെയ്യും? കടയിലേക്ക് എത്ര പേര് വരുന്നുണ്ട്? പിന്നെ ആ സഹായിയായി നിൽക്കുന്ന പയ്യനെ എന്ത് ശമ്പളം കൊടുക്കണം? ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ അബുവിനെയും ആ കടയെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. വളരെ പേഴ്സണലായ തീരുമാനങ്ങൾ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അബുവിന്റെ ഈ ചെറിയ ചെറിയ ആശങ്കകള്, ഇതിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അതായത് വ്യക്തികള് അല്ലെങ്കിൽ അബുവിന്റെ കട പോലെ ചെറിയ ബിസിനസ്സുകളൊക്കെ എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ. അതാണ് മൈക്രോ. ഓക്കെ, ഇനി നമുക്ക് അബുവിന്റെ കടയിൽ നിന്ന് പതിയെ പുറത്തിറങ്ങി ഒരു ഹെലികോപ്റ്ററിൽ കയറി മുകളിലേക്ക് പോയി രാജ്യം മുഴുവനായിട്ടൊന്ന് നോക്കാം. നമ്മുടെ വ്യൂ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പോവാണ്. ഒരു കടയിൽ നിന്ന് രാജ്യം മുഴുവനിലേക്കും. അപ്പോ ആ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോ നമ്മൾ കാണുന്നതെന്തൊക്കെയാ? അതൊക്കെ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നാട്ടിലെ ആളുകളുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാൻ പൈസയുണ്ടോ? അതായത് ദേശീയ വരുമാനം. എല്ലാ സാധനങ്ങൾക്കും ഒരുമിച്ച് വില കൂടുന്നുണ്ടോ? നമ്മൾ പണപ്പെരുപ്പം എന്നൊക്കെ പറയില്ലേ, അത്. പിന്നെ എത്ര പേർക്ക് ജോലിയില്ല, തൊഴിലില്ലായ്മ, ഗവൺമെന്റ് എന്തൊക്കെ സഹായങ്ങളാണ് കൊടുക്കുന്നത്? ഇതൊക്കെയാണ് വലിയ ചോദ്യങ്ങൾ. ഈ വലിയ ചിത്രത്തെക്കുറിച്ചുള്ള പഠനമില്ലേ, അതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ മാക്രോ, അതായത് വളരെ വലുത്, രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ. അബുവിന്റെ കടയിലെ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണിതല്ലേ? ശരി, മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആകാൻ പോകുന്ന ഒരു ഉദാഹരണം പറയാം. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ നിങ്ങൾക്കിത് മറന്നുപോകില്ല. ഇപ്പൊ നോക്കൂ, അബു ചായയുടെ വില 1 രൂപ കൂട്ടിയെന്ന് വെക്കുക. അതൊരു മൈക്രോ തീരുമാനമാണ്. അത് ആരെയാ ബാധിക്കുക? അബുവിനെയും പിന്നെ ആ കടയെന്ന് ചായ കുടിക്കുന്ന കുറച്ചുപേരെയും മാത്രം, അല്ലേ? ഇനി നേരെമറിച്ച് ഗവൺമെന്റ് പാലിന്റെ വില കൂട്ടാണെങ്കിലോ, അതൊരു മാക്രോ തീരുമാനമാണ്. അത് അബുവിനെ മാത്രമല്ല, നാട്ടിലെ എല്ലാ ചായക്കടക്കാരെയും എല്ലാ വീടുകളെയും എന്നുവെച്ചാൽ രാജ്യത്തെ എല്ലാവരെയും ബാധിക്കും. അപ്പോ ആരാണ് തീരുമാനമെടുക്കുന്നത്, അത് എത്ര പേരെ ബാധിക്കുന്നു എന്നതിലാണ് വ്യത്യാസം കിടക്കുന്നത്. ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് മൈക്രോ ഏതാ മാക്രോ ഏതാന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പേടിക്കണ്ട, ഇത് ഓർത്തുവെക്കാൻ ഒരു കിടിലൻ ട്രിക്കുണ്ട്. മൈക്രോ, MICRO, അതിലെ ഐ കണ്ടോ? ആ ഐ ഇൻഡിവിജ്വൽ എന്നതിലെ ഐ ആണെന്ന് ഓർത്താൽ മതി. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തി. സിമ്പിൾ. ഇനി മാക്രോ, MACRO, അതിലെ എ അഗ്രിഗേറ്റ്, AGRGATE എന്നതിലെ എ ആണെന്ന് ഓർക്കുക. അഗ്രിഗേറ്റ് എന്നുവെച്ചാൽ മൊത്തത്തിലുള്ളത്. അപ്പോ ഐ ഫോർ ഇൻഡിവിജ്വൽ, എ ഫോർ അഗ്രിഗേറ്റ്, മൈക്രോ മാക്രോ. കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ നമ്മൾ ഈ മൈക്രോ മാക്രോ എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്നതെന്ന്. കാരണം നമ്മുടെ ചുറ്റുമുള്ള സാമ്പത്തിക കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ 2 നോട്ടവും വേണം, ഒന്ന് മാത്രം പോരാ. അതായത് അബുവിന്റെ ചായക്കടയിലെ ഒരു ചെറിയ തീരുമാനം മുതൽ രാജ്യത്തെ വലിയ സാമ്പത്തിക നയങ്ങൾ വരെ, ഇതെല്ലാം എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് എക്കണോമിക്സിന്റെ മുഴുവൻ കഥയും പിടികിട്ടൂ. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്കണോമിക്സിലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ കഥയിലേക്ക് കടക്കാൻ നിങ്ങൾ റെഡിയാണോ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കാണാം.